വളരെ എളുപ്പത്തിൽ നമുക്ക് പിസ്സ ഉണ്ടാക്കിയെടുക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിസ്സയുടെ ഡോ ഇല്ലേ, അത് ഉണ്ടാക്കാനുള്ളത് ആദ്യം തയ്യാറാക്കി വെക്കാം. മൈദപ്പൊടിയിലേക്ക് പഞ്ചസാര, ഉപ്പ്, ഈസ്റ്റ് ഇതെല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിലും പിന്നെ അത് കുഴച്ചെടുക്കാനായിട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2 കപ്പ് മൈദയാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. അതിൽക്കുള്ള പഞ്ചസാരയുടെയും ഉപ്പിൻ്റെയും ഈസ്റ്റിൻ്റെയും അളവാണ് കണ്ടത്. നമ്മുടെ ചപ്പാത്തി മാവില്ലേ, അതിനേക്കാളും കുറച്ചൊന്ന് ലൂസിലാണ് ഈ മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇതുപോലെ കുഴച്ചിങ്ങായിട്ട് വെച്ചിട്ട് നമുക്ക് ഒരു റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് വയ്ക്കാം. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതിൽക്ക് വേണ്ട ബാക്കി സാധനങ്ങളൊക്കെ തയ്യാറാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് ചില്ലി സോസും അതുപോലെ തന്നെ ഉണക്കമുളക് ചതച്ചതും ഉപ്പും ഇത് മാത്രം ഇട്ടിട്ടാണ് കേട്ടോ മസാല തേക്കുന്നത്. പലതരത്തിലും ചിക്കൻ മസാല ചെയ്തിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ ഇതിൽക്ക് വേണ്ടത് മൊസറല്ല ചീസ് വേണം, പിന്നെ ക്യാപ്സിക്കം, തക്കാളി, സവാള, അതുപോലെ തന്നെ 2 തരം ഒലീവ്സ്, കൂടെ പിസ്സ സോസും വേണം. ഇത് ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പാൻ ചൂടായി വന്നപ്പോൾ അതിനകത്തേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ആ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ നേരത്തെ പിസ്സയുടെ ഡോക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഇതുപോലെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് 2 ചെറിയ പിസ്സയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വലുത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒന്നിച്ച് തന്നെ നമുക്ക് പരത്തി കൊടുക്കാം. ഞാനിപ്പോൾ ഇത് 2 ഭാഗമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ആദ്യം ഒന്ന് പരത്തി കൊടുക്കുക ചെറുതായിട്ട്. അതിനുശേഷം പിസ്സയുടെ ട്രേയോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ബട്ടർ പേപ്പറിൽ ഇതുപോലെ കൈ വെച്ചിങ്ങായിട്ട് പരത്തി കൊടുത്ത ശേഷം ഫോർക്ക് വെച്ചിട്ട് അതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. പിന്നെ അതിനകത്തേക്ക് കുറച്ച് പിസ്സ സോസ് തേച്ച് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് സവാള, അതുപോലെ തന്നെ ഒലീവ്സ്, അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജീസ് ഇല്ലേ, അത് ഓരോന്നിങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്ക് മഷ്റൂമൊക്കെ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ലാസ്റ്റാണ് ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഭാഗം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഏറ്റവും മുകളിലായിട്ട് ഇതുപോലെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നേരെ എയർ ഫ്രയറിലാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. 185 ഡിഗ്രിയിൽ 20 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തോ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ.